ഹായ്, ഗുഡ് മോർണിംഗ്. ആരും പേടിക്കണ്ട. രാവിലെ തന്നെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു മുഖത്തിട്ടൊന്നും ശ്രദ്ധിക്കേണ്ട, അങ്ങ് ഇൻട്രോ ആദ്യമേ തന്നെ അങ്ങ് എടുത്തേക്കാണ്. അങ്ങനെ എടുത്തതാണ്. ഓക്കെ, അങ്ങനെ ഞാൻ ഫൈനലി ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. അപ്പോൾ എൻ്റെ ഇന്നൊരു സൺഡേ ആണ്. ഇന്നത്തെ ഒരു ദിവസം ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം സമയം ഒരു 8 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന്. അപ്പോൾ എന്നും ഞാനത് മറന്നും പോവും. രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ അതങ്ങ് വിട്ടുപോകും. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാനതങ്ങ് ഓർത്ത് അപ്പം തന്നെ അങ്ങ് എടുത്തതാണ്. ഓക്കെ, ഇന്ന് ഞാൻ വീട്ടിൽ പോവാണ് രാവിലെ. അപ്പോൾ അതിൻ്റെ എന്തെടുക്കാമെന്ന് തീരുമാനിച്ചാലും വണ്ടിയുടെ സൗണ്ട് എപ്പോഴും. ഓക്കെ, അപ്പം ഞാൻ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാൻ വേണ്ടി പോവാണ്. ഇതിപ്പോൾ ഞാൻ മുൾട്ടാണി മിട്ടിയും കടലമാവും ഒക്കെ ആട്ടോ മുഖത്തിട്ടേക്കുന്നത്. അത് തക്കാളി നീരിൻ്റെ അകത്ത് ചാലിച്ചിട്ട് മുഖത്തിങ്ങനെ ഇട്ടേക്കുവാണ്. കാരണം എനിക്ക് ഡ്രൈവിങ് ടെസ്റ്റ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാനത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ട് വെയിലടിച്ച് മുഖമൊക്കെ അങ്ങ് ഇതാകുന്നു, കരിവാളിപ്പാകുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടെന്നേ ഉള്ളൂ, കണ്ടപ്പോൾ ഇട്ടെന്നേ ഉള്ളൂ. എന്നാലും ഞാൻ ഇടയ്ക്കെല്ലാം ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ ഇത്. തക്കാളി നീരിൻ്റെ അകത്തൊന്നും തേച്ചില്ലേലും കടലമാവും മുൾട്ടാണി മിട്ടിയൊക്കെ ഞാൻ മിക്കപ്പോഴും ഇടാറുണ്ട്. എനിക്കിഷ്ടമായി ഇങ്ങനെ ഇടാൻ വേണ്ടി. സാധാരണ നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെയ്യുന്ന പാക്കിനിലും എനിക്കിഷ്ടം ഈ കടലമാവ് മുൾട്ടാണി. അതാണ് കുറച്ചുകൂടെ എനിക്ക് എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നത്. മറ്റേ ക്ലീനപ്പൊക്കെ ചെയ്യുമ്പോഴും അത്ര എനിക്ക് അങ്ങോട്ട് ഇതാവുന്നില്ല. ഓക്കെ, ഇവിടെ നല്ല ശംഖുപുഷ്പമല്ലേ ഇത്, നല്ല വിടർന്ന് നല്ല രസമുണ്ട്. ഞാൻ കാണിക്കാവേ. കണ്ടോ, ക്യാമറയിൽ ഇത് എത്രത്തോളം നന്നായിട്ട് കാണാമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇത് വിടർന്ന് ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇപ്പം ഇത് കൂടി, കാരണം ഞാനിതിപ്പോൾ എന്നും അത്തപ്പൂക്കൾ ഇടാൻ നേരത്ത് ഇത് പറിക്കുമായിരുന്നല്ലോ. അപ്പം ഇപ്പം അത്തപ്പൂക്കളൊക്കെ തീർന്ന കാരണം എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വളർന്ന് നിൽപ്പുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഈ ക്യാമറയിൽ കാണുന്ന കളറല്ല ആക്ച്വലി, ഇതിൻ്റെ കളർ എല്ലാവർക്കും മറ്റും അറിയുമായിരിക്കും. നല്ല ഭംഗിയാണ്. ഇത് എന്തൊക്കെയോ ഔഷധ ഗുണമുള്ള സാധനമാണ് കേട്ടോ. വെള്ളം തിളപ്പിച്ചൊക്കെ കുടിക്കൂ എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ഓക്കെ, ഇവിടെ അമ്മയ്ക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമായത് കാരണം ഇഷ്ടംപോലെ പൂക്കളൊക്കെ ഉണ്ട്. ഈയിടെയായിട്ട് നന്നായിട്ട് പൂക്കളൊക്കെ വിടരാൻ തുടങ്ങി. അപ്പം ഞാൻ കാണിക്കാം, ഇവിടെയുള്ള ചെടികളെ കാണിക്കാം. ഹായ് ഗൈസ്, അപ്പം ഞാൻ ആ സമയത്ത് പോയി മേലെ കഴുകി. ഞാനിപ്പോൾ വീട്ടിൽ പോകാൻ വേണ്ടി ഒരുങ്ങുവാണ്. അപ്പം ഞാൻ പെട്ടെന്നൊരു ക്വിക്ക് ഗെറ്റ് റെഡി വിത്ത് മീ കാണിച്ചു തരാം. ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ ഈ ടോണറാണ്, ടീ ട്രീ ടോണർ. ഇതിപ്പോൾ എൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. ഇത് ഓയിൽ സ്കിന്നിനൊക്കെ നല്ലതാണ്. ഇതിപ്പോൾ അവർ മോഡിഫൈ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു സ്പ്രേ ബോട്ടിലായിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് വിത്ത് നിയാസിനമൈഡ് ഉള്ളത്. പക്ഷെ എനിക്ക് ഇതാണ് കുറച്ചുകൂടി ഇഷ്ടം. കണ്ടില്ലേ, ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ ചെയ്യേണ്ടി വരും. മറ്റേതാണെങ്കിൽ സ്പ്രേ അടിച്ചാൽ മതി. 2 മിനിറ്റിനുള്ളിൽ അത് നന്നായിട്ട് അബ്സോർബ് ആയിക്കോളും. അത് കഴിയുമ്പോഴത്തേനും നമുക്ക് ചെയ്യേണ്ടത്, ഞാൻ യൂസ് ചെയ്യുന്നത് സെറമാണ്, ഫേസ് സെറം. ഞാൻ നിയാസിനമൈഡ് യൂസ് ചെയ്യാറുണ്ട്, വിറ്റമിൻ സി യൂസ് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഡെർമാക്കോടെയാണ് 10%. മീൻസ് എനിക്ക് ഓപ്പൺ പോർട്സ് ഒക്കെ നന്നായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിയാസിനമൈഡ് യൂസ് ചെയ്യുന്നത്. ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസറാണ്. ഇതിൻ്റെ അകത്തും നിയാസിനമൈഡ് ഉണ്ട്. ഇത് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഉള്ള മോയ്സ്ചറൈസർ ജെൽ ബേസ്ഡ് യൂസ് ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. ഓയിലി സ്കിന്നുള്ളവർക്ക് ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഒത്തിരി പൈസ ഇല്ല. ഓക്കെ,
ഇത് ക്ലേക്കോടെ ഒരു ഐ ക്രീമാണ്. എനിക്ക് നല്ല ഡാർക്ക് സർക്കിൾ ഉണ്ട്, അപ്പോൾ ഞാൻ ഐ ക്രീം യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് ഈ ക്ലേക്കോടെ ഈ പ്രോഡക്റ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതെനിക്ക് ഓഫീസിൽ നിന്ന് വുമൻസ് ഡേക്ക് കിട്ടിയതാണ്. പക്ഷേ ഇനി ഞാനിത് മേടിക്കുന്നതായിരിക്കും. ഇത് നല്ലൊരു പ്രൊഡക്റ്റ്. യൂസ് ചെയ്യുന്നത് സൺസ്ക്രീനാണ്. ഇത് ഡീകൺസ്ട്രക്റ്റിൻ്റെ ജെൽ സൺസ്ക്രീനാണ്. ഞാൻ പറഞ്ഞില്ല, ഓയിലി സ്കിന്നുകാർക്ക് ജെൽ ബേസ്ഡ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഈ സൺസ്ക്രീൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സൺസ്ക്രീൻ. ഇതിനകത്ത് SPF 55+ ഉണ്ട്. അത് മാത്രമല്ല, ഇത് ഒട്ടും വൈറ്റ് കാസ്റ്റും പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ ഞാനിത് റീസെൻ്റ്ലി പർച്ചേസ് ചെയ്ത ഒരു സൺസ്ക്രീനാണ്. പക്ഷെ എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. 300 സംതിങ് അത്രയും കണ്ട റേറ്റ് വരുന്നത്. സൺസ്ക്രീൻ നമ്മൾ ഒരിക്കലും പിശുക്ക് കാണിക്കാൻ പാടില്ല. ഇഷ്ടം പോലെ വാരിപ്പൊത്താം. ഓക്കെ, അപ്പോൾ എൻ്റെ സ്കിൻ കെയർ കഴിഞ്ഞു. ഇനിയിപ്പോൾ ജസ്റ്റ് പൗഡറൊക്കെ ഇട്ട് കണക്ക് എഴുതി ഇത്രേ ഉള്ളൂ. ഞാൻ കൂടുതലും സ്കിൻ കെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ് മേക്കപ്പിനെ കാട്ടിലും. എനിക്ക് കുറച്ചും കൂടെ സ്കിൻ കെയർ കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാനാണ്. മേക്കപ്പ് പ്രൊഡക്ട്സ് വാങ്ങിക്കുന്നതിനേക്കാളും കൂടുതൽ സ്കിൻ കെയർ പ്രൊഡക്ട്സ് മേടിക്കാനൊക്കെയാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ ബാക്കിയും കൂടെ ഒരുങ്ങിട്ട് വരട്ടെ. അങ്ങനെ നമ്മൾ മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഇനി ഫുഡ് കഴിക്കണം. ഇവിടെ കിണർ തേക്കാൻ വേണ്ടി ആൾ വന്നിട്ടുണ്ട്. നമ്മുടെ കിണർ 1 year ആയി തേക്കിയിട്ട്. അപ്പോൾ അതിനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് ദോശയും മുളക് പൊട്ടിച്ചതുമാണ്. ഓക്കെ, ഓക്കെ, അപ്പം ഞാനിവിടെ വീട്ടിലെത്തിയപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്തു പുറത്ത് പോയി സിനിമ കാണാമെന്ന്. അപ്പം ഇനിയിപ്പോൾ സിനിമ കാണാൻ വേണ്ടി പോവാണ്. കിഷ്കിന്ധാകാണ്ടാണെന്ന് തോന്നുന്നു മൂവി. ബുക്ക് ചെയ്യണം, ഇത് കാണാൻ പോകും. അതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഓക്കെ, അതൊക്കെ ഫുഡ് കഴിക്കട്ടെ, വിശക്കുന്നു. വീട്ടിൽ വന്നപ്പോൾ തന്നെ അമ്മച്ചി നല്ല മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബീഫ് കറിയുണ്ട്, കപ്പയുണ്ട്. കപ്പ തീർന്നോ? ഇത്രയൊക്കെ ഉണ്ട്. കണ്ടപ്പോൾ തന്നെ നമുക്ക് കൊതി വരുന്നുണ്ട്. ഇനി കഴിക്കാം. അപ്പം നമുക്ക് മൂവി കാണാൻ വേണ്ടി പോവാം. പോയിട്ട് വരാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഫിലിമൊക്കെ കണ്ടു. നല്ലൊരു സിനിമയായിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോകും. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഡ്രൈവിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ വീട്ടിൽ പോയി കുളിക്കുക, കഴിക്കുക, അങ്ങനെയുള്ള പരിപാടീസൊക്കെ ഉള്ളൂ. ഇപ്പോൾ വീടെത്താറായിട്ടുണ്ട് ഏകദേശം. ഓക്കെ, അപ്പോൾ ഞാൻ കുളിച്ച് ചായയൊക്കെ കുടിച്ച് ഇപ്പോഴാണ് ഫ്രീ ആയത്. അപ്പം 5:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരാൻ തുടങ്ങി. കണ്ണിലങ്ങ് ഭയങ്കര ക്ഷീണം. ഒന്നാമത് ഇന്ന് ഞാൻ 2 മണിക്കൂറോളം ആ ഗ്രൗണ്ടിൽ കിടന്ന് ഇങ്ങനെ ഡ്രൈവിങ്ങിന് വണ്ടി ഓടിച്ചു. പിന്നെ നല്ല വെയിലുമാണല്ലോ, അപ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് ടയേർഡാവും. അപ്പം ഡ്രൈവിങ്ങിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ 4 വീലും 2 വീലിൻ്റെ ആണ് അപ്ലൈ ചെയ്തിരുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ കാറിൻ്റെയും സ്കൂട്ടിയുടെയാണ് അപ്ലൈ ചെയ്തത്. അതിൽ കാർ എനിക്ക് നേരത്തെ കിട്ടിയായിരുന്നു. ഒരു 2 വർഷം മുമ്പ് കാറിൻ്റെ കിട്ടിയായിരുന്നു. പക്ഷെ എനിക്ക് 2 വീലിൻ്റെ അങ്ങനെ കിട്ടുന്നുണ്ടായില്ല.
കിട്ടുന്നില്ലെന്ന് വെച്ചാൽ ഇതിപ്പോൾ എൻ്റെ മൂന്നാമത്തെ ചാൻസാണ്. കഴിഞ്ഞ 2 പ്രാവശ്യവും ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഞാൻ കമ്പിയെ തട്ടി, രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ കാല് കുത്തി. പക്ഷേ ആക്ച്വലി ഞാൻ 2 വീലർ ഓടിക്കുന്നതാണ്. ഇതിലത്തെ ഈ ചെറിയ വഴി കൂടിയൊക്കെ ഞാൻ ഓടിക്കാറുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, ആ ഗ്രൗണ്ടിലെത്തുമ്പോഴത്തേനും എനിക്ക് ടെൻഷൻ കയറി ഞാനതങ്ങ് കളയും. അങ്ങനെ ഇത്തവണ പിന്നെ അങ്ങനെ എടുക്കാനും മടിയാവും. പക്ഷെ ഇത്തവണ ഞാൻ എന്തായാലും അത് എടുക്കണമെന്ന് വിചാരിച്ച് പോവാണ്. ഓക്കെ, അപ്പോൾ ഇത്തവണ എനിക്ക് കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമുക്ക് നോക്കാം. പിന്നെ സൺടാനെല്ലാം അടിച്ചിട്ടേ മുഖത്ത് ഭയങ്കരമായിട്ട് കുരുകുരാത് കണ്ടില്ലേ പാടുകൾ. എനിക്ക് വെയിലടിക്കുമ്പോൾ ഇങ്ങനെ വെയിലിൻ്റെ അലർജി, പൊടിയുടെ അലർജിയാണോ വെയിലടിക്കുന്നതിൻ്റെ ആണോ എന്നറിയില്ല, ഭയങ്കരമായിട്ട് മുഖത്തെല്ലാം കുഞ്ഞു ഇത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല, ഇപ്പം അതല്ലല്ലോ നമുക്ക് ഇമ്പോർട്ടൻസ്. ഇപ്പം എങ്ങനെയും ലൈസൻസ് കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ എനിക്കങ്ങനെ വലിയ പരിപാടീസൊന്നുമില്ല. ആക്ച്വലി എൻ്റെ സൺഡേസൊന്നും ഇങ്ങനെയല്ല. ഞാൻ പൊതുവേ എല്ലാ സൺഡേസും വീട്ടിൽ ചുമ്മാ ഇരിക്കലാണ്. ഇന്നിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം, എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ കാണുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാണ്. ഇനിയിപ്പോൾ അമ്മ ഇവിടെ കപ്പ വെച്ചുകൊണ്ടിരിക്കുക. രാവിലെ എനിക്ക് കപ്പ കിട്ടിയില്ല, ഇച്ചിരിയേ കിട്ടിയുള്ളൂ. നമുക്ക് കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, പ്രതീക്ഷിക്കാതെ കുറച്ച് ഗസ്റ്റുകളുണ്ടായിരുന്നു. അപ്പം കപ്പ കിട്ടിയില്ല. അപ്പോൾ എനിക്ക് കപ്പ കിട്ടാത്തത് കൊണ്ട് അമ്മച്ചി അവിടെ കപ്പ വെച്ചുകൊണ്ടിരിക്കുക. വൈകിട്ടത്തേന് കറിയൊക്കെ ഇരിപ്പുണ്ട്, ബീഫ് കറിയും മീൻ കറിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഒന്ന് ഉറങ്ങുക. ഇതാണിപ്പോൾ അടുത്ത എൻ്റെ കാര്യം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു 10 മിനിറ്റ് കൂടുതലായി കാണുമായിരിക്കും വീഡിയോ. എനിക്കറിയില്ല, എഡിറ്റ് ചെയ്യുമ്പോഴേ അറിയുള്ളൂ. എന്തായാലും ഇത്രയും സമയം ഇത് കണ്ടിരുന്നല്ലോ, അതിന് ഒരുപാട് നന്ദി. അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അടുത്ത വ്ളോഗിൽ എനിക്ക് ലൈസൻസ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.